ഇന്ന് നമുക്ക് 2025 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 10 നോക്കാം. 2026 ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പാപ്പുവ ന്യൂ ഗിനിയയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം പപ്പ ബുക്ക. 2026 ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പാപ്പുവ ന്യൂ ഗിനിയയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് പപ്പ ബുക്ക. ഇത് സംവിധാനം ചെയ്തത് ഒരു മലയാളി സംവിധായകനാണ്, ഡോക്ടർ ബിജു. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നായകനാണ് സൈൻ ബൊബാറോ. അദ്ദേഹം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. 2026 ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പാപ്പുവ ന്യൂ ഗിനിയയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് പപ്പ ബുക്ക. അത് സംവിധാനം ചെയ്ത മലയാളിയാണ് ഡോക്ടർ ബിജു. അതിൽ അഭിനയിച്ചിരിക്കുന്ന നായകൻ സൈൻ ബൊബാറോ. അദ്ദേഹം പാപ്പുവ ന്യൂ ഗിനിയയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. കാലിക്കറ്റ് സർവകലാശാല പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന കവിത എഴുതിയത് വേടൻ. വേടൻ്റെ യഥാർത്ഥ പേര് ഹിരൺദാസ് മുരളി. അപ്പോൾ വേടൻ എഴുതിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന കവിത ഉൾപ്പെടുത്തിയത് കാലിക്കറ്റ് സർവകലാശാലയിലെ പാഠ്യവിഷയത്തിലാണ്. വേടൻ്റെ യഥാർത്ഥ പേരാണ് ഹിരൺദാസ് മുരളി. ഇന്ത്യയിലെ ആദിവാസി രാജവംശങ്ങളിലൊന്നായ മന്നാൻ സമുദായത്തിൽ നിന്ന് റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാനായി ക്ഷണിക്കപ്പെട്ട ആദ്യ രാജാവാണ് രാമൻ രാജമന്നാൻ. ഇന്ത്യയിലെ ആദിവാസി രാജവംശങ്ങളിലൊന്നായ മന്നാൻ സമുദായത്തിൽ നിന്ന് റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാനായി ക്ഷണിക്കപ്പെട്ട ആദ്യ രാജാവാണ് രാമൻ രാജമന്നാൻ. അപ്പോൾ ഈ മന്നാൻ സമുദായം എന്ന് പറയുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു ആദിവാസി സമുദായമാണ് മന്നാൻ സമുദായം. ആ സമുദായത്തിൽ നിന്നും റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാനായി ക്ഷണിക്കപ്പെട്ട ആദ്യ രാജാവാണ് രാമൻ രാജമന്നാൻ. 2025 ഏപ്രിലിൽ അന്തരിച്ച വിഖ്യാത സംവിധായകനും ഛായാഗ്രാഹകനും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാനുമായ വ്യക്തിയാണ് ഷാജി എൻ കരുൺ. 2025 ഏപ്രിലിൽ അന്തരിച്ച വിഖ്യാത സംവിധായകനും ഛായാഗ്രാഹകനും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാനുമായ വ്യക്തിയാണ് ഷാജി എൻ കരുൺ. അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ പിറവി. 300 കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. സംവിധാനം ചെയ്തത് ഡൊമിനിക് അരുൺ. 300 കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. സംവിധാനം ചെയ്തത് ഡൊമിനിക് അരുൺ. ലോകത്തിലെ പ്രശസ്ത ചലച്ചിത്രമേളകളിലൊന്നായ 44ാമത് വാൻകൂവർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്യുമെൻ്ററി ഐ ആം രേവതി. സംവിധാനം ചെയ്തത് പി അഭിജിത്ത്. അപ്പോൾ ഇത് ഐ ആം രേവതി എന്നുള്ളത് ഒരു മലയാളം ഡോക്യുമെൻ്ററിയാണ്. അത് സംവിധാനം ചെയ്തത് പി അഭിജിത്ത്. 44ാമത് വാൻകൂവർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്യുമെൻ്ററിയാണ് ഐ ആം രേവതി. സംവിധാനം ചെയ്തത് പി അഭിജിത്ത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ റസൂൽ പൂക്കുട്ടി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് റസൂൽ പൂക്കുട്ടി. ആദ്യത്തെ ചെയർമാനായിരുന്നു ഷാജി എൻ കരുൺ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ KSFDC ചെയർമാനായി നിയമിതനായത് കെ മധു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് കെ മധു. 2025 ജനുവരി 26 അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ ഷാഫിയുടെ യഥാർത്ഥ പേര് MH റഷീദ്. 2025 ജനുവരി 26 അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ ഷാഫിയുടെ യഥാർത്ഥ പേര് MH റഷീദ്. മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രത്തിൻ്റെ പേര് യോദ്ധാവ്. അപ്പോൾ ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രമാണ് യോദ്ധാവ്. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. ഭാനുപ്രകാശ് എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന മോഹൻലാലിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേരാണ് മുഖരാഗം. അപ്പോൾ മോഹൻലാലിൻ്റെ ജീവചരിത്രമാണ് മുഖരാഗം. അത് എഴുതിയത് ഭാനുപ്രകാശ്. മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലിനെ അടുത്തിടെ ഏത് രാജ്യത്തെ പാർലമെൻറ്റാണ് ആദരിച്ചത്? ശ്രീലങ്കൻ പാർലമെൻറ്റ്. അപ്പോൾ മോഹൻലാലിനെ ആദരിച്ച പാർലമെൻറ്റാണ് ശ്രീലങ്കൻ പാർലമെൻറ്റ്. മോഹൻലാലിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേരാണ് മുഖരാഗം. അത് എഴുതിയത് ഭാനുപ്രകാശ്.
മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വ ചിത്രമാണ് യോദ്ധാവ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര. അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? റസൂൽ പൂക്കുട്ടി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എവിടെയായിരുന്നു? കൊട്ടാരക്കര. മലയാള സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന JC ഡാനിയലിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. ശില്പി കുന്നുവിള മുരളി. മലയാള സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന JC ഡാനിയലിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. ശില്പി കുന്നുവിള മുരളി. വനം വകുപ്പിൻ്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായ മലയാളി സിനിമാ താരം ടൊവിനോ തോമസ്. വനം വകുപ്പിൻ്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായ മലയാളി സിനിമാ താരമാണ് ടൊവിനോ തോമസ്. അപ്പോൾ സർപ്പ എന്നുള്ളത് സ്നേക്ക് റെസ്ക്യൂ ആൻഡ് അവെയർനെസ് പ്രോഗ്രാം എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. സർപ്പ എന്നത് സ്നേക്ക് റെസ്ക്യൂ ആൻഡ് അവെയർനെസ് പ്രോഗ്രാം. അപ്പോൾ നമ്മളൊരു സർപ്പ പാഠം എന്ന് പറഞ്ഞൊരു പദ്ധതി പഠിച്ചിരുന്നു. അതെന്തിനായിരുന്നു? സ്കൂൾ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്നേക്ക് ആൻഡ് സ്നേക്ക് ബൈറ്റ് റെസ്ക്യൂ പ്രോഗ്രാമാണ് സർപ്പ പാഠം. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്ര സാമൂഹിക പശ്ചാത്തലത്തിൽ സഖാവ് P. കൃഷ്ണപിള്ളയുടെ ജീവിതത്തിലെ സുപ്രധാന മുഹൂർത്തങ്ങൾ കോർത്തിണക്കി അനിൽ V. നാഗേന്ദ്രൻ രചിച്ച് സംവിധാനം ചെയ്ത സിനിമ വീരവണക്കം. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്ര സാമൂഹിക പശ്ചാത്തലത്തിൽ സഖാവ് P. കൃഷ്ണപിള്ളയുടെ ജീവിതത്തിലെ സുപ്രധാന മുഹൂർത്തങ്ങൾ കോർത്തിണക്കി അനിൽ V. നാഗേന്ദ്രൻ രചിച്ച് സംവിധാനം ചെയ്ത സിനിമയാണ് വീരവണക്കം. സഖാവ് P. കൃഷ്ണപിള്ളയുടെ ജീവിതം അഭ്രപാളികളിൽ എത്തിച്ച അനിൽ V. നാഗേന്ദ്രൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ വസന്തത്തിൻ്റെ കനൽ വഴികൾ എന്ന ചിത്രത്തിൻ്റെ 2ാം ഭാഗമാണ് വീരവണക്കം. അതിൽ P. കൃഷ്ണപിള്ളയുടെ വേഷം ചെയ്ത സിനിമാ നടൻ സമുദ്രക്കനിയാണ്. അപ്പോൾ P. കൃഷ്ണപിള്ളയുടെ ജീവിതത്തിലെ സുപ്രധാന മുഹൂർത്തങ്ങൾ കോർത്തിണക്കി ചെയ്ത സിനിമയാണ് വീരവണക്കം. അതിൽ P. കൃഷ്ണപിള്ളയുടെ വേഷം ചെയ്ത നടനാണ് സമുദ്രക്കനി. C. ശങ്കരൻ നായരെയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെയും കേന്ദ്രീകരിച്ച് രഘു പാലാട്ടും പുഷ്പ പാലാട്ടും ചേർന്നെഴുതിയ പുസ്തകമാണ് ദി കേസ് ദാറ്റ് ഷുക്ക് ദി എംപയർ. C. ശങ്കരൻ നായരെയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെയും കേന്ദ്രീകരിച്ച് എഴുതിയ പുസ്തകമാണ് ദി കേസ് ദാറ്റ് ഷുക്ക് ദി എംപയർ. ആരൊക്കെയാണ് എഴുതിയത്? രഘു പാലാട്ടും പുഷ്പ പാലാട്ടും. ഇതിനെ അടിസ്ഥാനമാക്കി വരുന്ന സിനിമയാണ് കേസരി ചാപ്റ്റർ 2. C. ശങ്കരൻ നായരെയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെയും കേന്ദ്രീകരിച്ച് രഘു പാലാട്ടും പുഷ്പ പാലാട്ടും ചേർന്ന് എഴുതിയ പുസ്തകമാണ് ദി കേസ് ദാറ്റ് ഷുക്ക് ദി എംപയർ. ഇതിനെ അടിസ്ഥാനമാക്കി പുറത്തിറക്കുന്ന സിനിമയാണ് കേസരി ചാപ്റ്റർ 2. ഇത് സംവിധാനം ചെയ്തത് കരൺ സിംഗ് ത്യാഗിയാണ്. ഇതിൽ ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരുടെ വേഷം ചെയ്യുന്നത് അക്ഷയ് കുമാർ. ജനുവരിയിൽ അന്തരിച്ച കേരളത്തിൻ്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത മലയാള പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ. പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ. ജനുവരിയിൽ അന്തരിച്ച കേരളത്തിൻ്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത മലയാള പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ. P. ജയചന്ദ്രൻ്റെ മുഴുവൻ പേര് പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ. അദ്ദേഹം അന്തരിച്ചത് ജനുവരിയിലാണ്. കേരളത്തിൻ്റെ ഭാവഗായകൻ എന്നാണ് അറിയപ്പെടുന്നത്. മലയാള താരസംഘടനയായ അമ്മ സംഘടനയുടെ അധ്യക്ഷ പദവിയിൽ എത്തുന്ന ആദ്യ വനിത ശ്വേത മേനോൻ. മലയാള താരസംഘടനയായ അമ്മ സംഘടനയുടെ അധ്യക്ഷ പദവിയിൽ എത്തുന്ന ആദ്യ വനിതയാണ് ശ്വേത മേനോൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ വിഭജനം സംബന്ധിച്ച സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാനായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് A. ഷാജഹാൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ വിഭജനം സംബന്ധിച്ച സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് A. ഷാജഹാൻ. നിലവിൽ സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും
കോർപ്പറേഷനുകളിലുമായുള്ള വാർഡുകളുടെ ആകെ എണ്ണം 3662. നിലവിൽ സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായുള്ള വാർഡുകളുടെ ആകെ എണ്ണം 3662. മുനിസിപ്പാലിറ്റികളിൽ 3241, കോർപ്പറേഷനിൽ 421 വാർഡുകളുമാണ് ഉള്ളത്. നിലവിൽ സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിലായി ഉള്ള വാർഡുകളുടെ എണ്ണം 17,337. 941 ഗ്രാമപഞ്ചായത്തുകളാണ് സംസ്ഥാനത്തുള്ളത്. അതിലുള്ള വാർഡുകളുടെ എണ്ണം 17,337. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്ന തീയതികൾ 2025 ഡിസംബർ 9, 11. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്ന തീയതികൾ 2025 ഡിസംബർ 9, 11. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ച സോഫ്റ്റ്വെയറാണ് ഇ-ഡ്രോപ്പ്. DROP. ഇലക്ട്രോണിക്കലി ഡിപ്ലോയിങ് റാൻഡംലി ഓഫീസേഴ്സ് ഫോർ പോളിംഗ്. ഇലക്ട്രോണിക്കലി ഡിപ്ലോയിങ് റാൻഡംലി ഓഫീസേഴ്സ് ഫോർ പോളിംഗ്. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ച സോഫ്റ്റ്വെയറാണ് ഇ-ഡ്രോപ്പ്. 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കാത്ത കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റിയാണ് മട്ടന്നൂർ, കണ്ണൂർ ജില്ലയിലാണ്. 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കാത്ത കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റി മട്ടന്നൂരാണ്, അത് കണ്ണൂർ ജില്ലയിലാണ്.